നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ ചാനൽ വരുന്നോടത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രീ തിരുപ്പതി ബാലാജി അഗ്രോ ട്രേഡിംഗ് കമ്പനി എന്ന കമ്പനിയുടെ IPO വിശേഷമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സെപ്റ്റംബർ 5 മുതൽ 9 വരെയാണ് ഇതിൻ്റെ IPO ഓപ്പൺ ആയിരിക്കുന്നത്. 169.65 കോടി രൂപയാണ് ഇവർ മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യുന്നത്. അതിൽ 122.42 കോടി രൂപയും ഫ്രഷ് ഓഹരികളുടേതാണ്. 47.23 കോടി രൂപ മാത്രമാണ് ഓഫർ ഫോർ സെയിലായിട്ടുള്ളത്. ഈ കമ്പനി ഉണ്ടാക്കുന്നത് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ FICB എന്ന് പറയും, ഫ്ലെക്സിബിൾ ഇൻ്റർമീഡിയറ്റ് ബൾക്ക് കണ്ടെയ്നേഴ്സ്. അതായത് ഇൻഡസ്ട്രിയൽ പർപ്പസസിന് വ്യവസായശാലകളിൽ ആവശ്യമായിട്ടുള്ള വലിയ കണ്ടെയ്നറുകളാണ്. അതായത് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ബാഗുകൾ എന്ന് തന്നെ പറയാം. അത്തരത്തിലുള്ള വിവിധ തരത്തിലുള്ള ബാഗുകൾ, ആ ബാഗുകളുടെ നിർമ്മാണമാണ് അല്ലെങ്കിൽ വലിയ കണ്ടെയ്നറുകളുടെ നിർമ്മാണമാണ് ഈ കമ്പനി നിർവഹിക്കുന്നത്. മധ്യപ്രദേശിലെ ഇൻഡോറിലാണ് ഇവരുടെ ആസ്ഥാനം. അപ്പോൾ ഇതിൻ്റെ ഇഷ്യൂ 5 ഓപ്പൺ ചെയ്യാണ്. നമുക്ക് അതിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. 2001 കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ആക്ച്വലി ഇത്രയും വലിയ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കണ്ടെയ്നേഴ്സ് സാധാരണയായിട്ട് കെമിക്കൽ, അഗ്രോ കെമിക്കൽ, ഫുഡ്, മൈനിങ്, വേസ്റ്റ് ഡിസ്പോസൽ, അഗ്രികൾച്ചർ, ലൂബ്രിക്കൻസ്, എഡിബിൾ ഓയിൽ, ഇങ്ങനെയൊക്കെയുള്ള വിവിധ തരത്തിലുള്ള ഇൻഡസ്ട്രികളിൽ ആവശ്യമുള്ളതാണ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ക്വാളിറ്റി ടെസ്റ്റുകൾക്ക് വിധേയമായ രീതിയിലാണ് ഇവരുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ. അതായത് ക്വാളിറ്റിയുടെ കാര്യത്തിൽ കണ്ടാമിനേഷൻ കോൺസേൺ സ്റ്റാൻഡേർഡ്, അതായത് ഫുഡ് ഗ്രേഡ് ഇൻഡസ്ട്രിയുടെ, ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഫുഡ് ഗ്രേഡ് ഇൻഡസ്ട്രിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ ടെസ്റ്റുകളും നടത്തിയിട്ട് ശുദ്ധത ഉറപ്പുവരുത്തിയതിന് ശേഷം നിർമ്മിക്കുന്നതാണ് ഈ കമ്പനി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻഡോറിലാണ് ഇവരുടെ ആസ്ഥാനം. ഇൻഡോറിൽ 5 മാനുഫാക്ചറിങ് യൂണിറ്റുകളാണ് കമ്പനിക്കുള്ളത്. അവരുടെ ടോട്ടൽ മാനുഫാക്ചറിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 2300 മെട്രിക് ടൺ പെർ മന്ത് ആണ്. അതിൽ 2200 മെട്രിക് ടൺ അവരിപ്പോൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് പെർ മന്ത്. കമ്പനി ഇത്തരത്തിൽ നിർമ്മിക്കുന്ന വലിയ കണ്ടെയ്നറുകളുണ്ടല്ലോ, അല്ലെങ്കിൽ FICBകൾ, ഫ്ലെക്സിബിൾ ഇൻ്റർമീഡിയറ്റ് ബൾക്ക് കണ്ടെയ്നേഴ്സിൻ്റെ കപ്പാസിറ്റി പറയുകയാണെങ്കിൽ 500 kg മുതൽ 2500 കിലോഗ്രാം വരെയുള്ള ഭാരം താങ്ങാൻ കഴിയുന്ന തരത്തിലുള്ള ഫ്ലെക്സിബിൾ കണ്ടെയ്നേഴ്സാണ് കമ്പനി നിർമ്മിക്കുന്നത്. അവരുടെ സബ്സിഡിയറികൾ ഇവരെ ഇത്തരത്തിൽ കാര്യങ്ങളിലും, മാർക്കറ്റിംഗ് കാര്യങ്ങളിലും മറ്റ് ബിസിനസ് മാനേജ്മെൻറ്റ് കാര്യങ്ങളിലും സഹായിക്കുന്നുണ്ട്. അതിൻ്റെ പേര് ഓണറബിൾ പാക്കേജിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ്, ശ്രീ തിരുപ്പതി ബാലാജി FICB ലിമിറ്റഡ്, അതുപോലെ തന്നെ ജഗന്നാഥ് പ്ലാസ്റ്റിക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നിങ്ങനെ 3 സബ്സിഡിയറികളാണ് കമ്പനിക്കുള്ളത്. പ്രോഡക്റ്റുകളാണെങ്കിൽ 38 രാജ്യങ്ങളിലേക്ക് ഇന്ത്യക്ക് പുറമെ കയറ്റി അയക്കപ്പെടുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കൺട്രീസ് പറയുകയാണെങ്കിൽ USA, ജർമ്മനി, ഓസ്ട്രേലിയ, UK, സിംഗപ്പൂർ, കാനഡ, ഫ്രാൻസ്, ന്യൂസിലാൻഡ്, ചിലി, സ്വീഡൻ, സ്വിറ്റ്സർലാൻഡ്, സ്പെയിൻ, മലേഷ്യ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിലേക്ക് ഇവരുടെ ഫ്ലെക്സിബിൾ കണ്ടെയ്നേഴ്സ് കയറ്റി അയക്കപ്പെടുന്നുണ്ട്. ഇനി കമ്പനിയുടെ പ്രൊമോട്ടർ ആരാണെന്ന് നോക്കാം. പ്രധാന പ്രൊമോട്ടർ ഈ കാണുന്ന വിനോദ് കുമാർ അഗർവാൾ ആണ്. അദ്ദേഹത്തിൻ്റെ കൈവശം ഇഷ്യൂവിന് മുമ്പ് 88.38% ഓഹരികളും ഉണ്ട്. ഫ്രഷ് ഓഹരികളുടെ വിൽപ്പന വഴി ലഭിക്കുന്ന 122.42 കോടി രൂപയുണ്ടല്ലോ, അത് അവർ വിനിയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത് 31.45 കോടി രൂപ അവരുടെ ബോറോയിങ്സും ചില ഔട്ട്സ്റ്റാൻഡിങ് പേയ്മെൻറ്റ്സും എല്ലാം കൊടുത്തു തീർക്കുന്നതിന് വേണ്ടി വിനിയോഗിക്കുന്നതാണ്. ഒരു 20.82 കോടി രൂപ അവർ 3 സബ്സിഡിയറി കമ്പനികളുടെ കാര്യം പറഞ്ഞല്ലോ, അതിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് വിനിയോഗിക്കും. ബാക്കിയുള്ള തുക കമ്പനിയുടെയും കമ്പനിയുടെ സബ്സിഡിയറികളുടെയും വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യങ്ങൾക്കും മറ്റ് ജനറൽ ആയിട്ടുള്ള കോർപ്പറേറ്റ് ആവശ്യങ്ങൾക്കും വേണ്ടി വിനിയോഗിക്കുമെന്നാണ് അവരുടെ പ്രോസ്പെക്ടസിൽ എടുത്തു പറഞ്ഞിട്ടുള്ളത്. ഇനി ലിസ്റ്റഡ് പിയർ കമ്പനികൾ നോക്കുകയാണെങ്കിൽ കൊമേഴ്ഷ്യൽ, സിൻബാക്സ്, പിന്നെ MB ഇൻഡസ്ട്രീസ്, ഋഷി ടെക്സ് എന്നീ 3 കമ്പനികളാണ് ലിസ്റ്റഡ് ആയിട്ട് കമ്പനിയുടെ പിയർ കമ്പനികളായിട്ട് കാണുന്നത്. ഇതിൻ്റെ ലീഡ് മാനേജർ യൂണിസ്റ്റോൺ ക്യാപിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡും രജിസ്ട്രാർ ലിങ്കിൻ ടൈം ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡുമാണ്. ഇനി നമുക്ക് ചില കീ ഫാക്ടേഴ്സ് നോക്കുകയാണ്. EPS 5.74, P റേഷ്യോ 14.46, റിട്ടേൺ ഓൺ നെറ്റ്വർത്ത് 20.84%, NAV 27.54 എന്നിങ്ങനെ കാണിക്കുന്നു. ഇനി ഫിനാൻഷ്യൽ സൈഡ് പരിശോധിക്കുകയാണെങ്കിൽ തന്നെ 2021 മുതൽ തുടർച്ചയായിട്ട് അതിൻ്റെ റവന്യൂ ആണെങ്കിലും നെറ്റ് ഇൻകം ആണെങ്കിലും വർദ്ധിച്ചു വരുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. 2023 കണക്ക് നോക്കുകയാണെങ്കിൽ 478.14 കോടി രൂപയാണ് റവന്യൂ. അത് 16%
വർദ്ധിച്ചിട്ട് 552.82 കോടി രൂപയായിട്ട് 24 മാറിയിട്ടുണ്ട്. ഇനി നെറ്റ് ഇൻകം നോക്കുകയാണെങ്കിലും 20.72 കോടി രൂപയാണ് 2023 അതിൻ്റെ അറ്റാദായം എന്ന് പറയുന്നത്. അത് 2024 ആയപ്പോഴത്തേക്ക് 74% വർദ്ധിച്ച് 30.07 കോടി രൂപയിലേക്കാണ് വർദ്ധിച്ചിട്ടുള്ളത്. അപ്പോൾ പൊതുവേ കമ്പനിയുടെ സാമ്പത്തിക കണക്കുകൾ വളരെ മികച്ചതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി നമുക്ക് ശ്രീ തിരുപ്പതി ബാലാജിയുടെ ഇഷ്യൂ ഡീറ്റെയിൽസ് ഒറ്റനോട്ടത്തിൽ ഒന്ന് പരിശോധിക്കാം. സെപ്റ്റംബർ 5 മുതൽ 9 വരെയാണ് ഇഷ്യൂ ഓപ്പൺ ആയിരിക്കുന്നത്. 78 രൂപ മുതൽ 83 രൂപ വരെയാണ് ഇതിൻ്റെ പ്രൈസ് ബാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഏർണിങ്സ് വെച്ച് നോക്കുമ്പോൾ ഒരു ഫുള്ളി പ്രൈസ്ഡ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഫ്രഷ് ഓഹരികളുടെ വിൽപ്പന വഴി 122.42 കോടി രൂപയും ഓഫർ ഫോർ സെയിൽ 47.23 കോടി രൂപയുമാണ്. 169.65 കോടി രൂപയാണ് ഇതിൻ്റെ ടോട്ടൽ ഇഷ്യൂ സൈസ് എന്ന് പറയുന്നത്. അപ്പോൾ 180 ഓഹരികളാണ് ഒരു ലോട്ട് എന്ന് പറയുമ്പോൾ റീറ്റെയിലേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ 13 ലോട്ട് വരെ അപ്ലൈ ചെയ്യാം. HNIസിനെ ആണെങ്കിൽ 14 മുതൽ 67 ലോട്ട് വരെ അവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഫേസ് വാല്യൂ 10 രൂപയാണ് ഇതിൻ്റേത്. 35% ഓഹരികളും ഇത് റീറ്റെയിലേഴ്സിനാണ് കമ്പനി നൽകുന്നത്. 15% HNIസിന്, 50% ഇൻസ്റ്റിറ്റ്യൂഷൻസിനും കൊടുക്കും. അപ്പോൾ ഇതിൻ്റെ അലോക്കേഷൻ വരാൻ പോകുന്നത് സെപ്റ്റംബർ 10 ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. ലിസ്റ്റിംഗ് NSEയിലും BSEയിലും ഉണ്ട്. അത് സെപ്റ്റംബർ 12 ആയിരിക്കും. ഇനി ഇത് വാങ്ങണോ വേണ്ടിയോ എന്നൊക്കെ ചിന്തിക്കുന്നവരോട് പറയാനുള്ളത്, ഇത് വളരെയധികം ഡിമാൻഡുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ഈ കമ്പനിക്കുള്ളത്. വിദേശ രാജ്യങ്ങളിലേക്കും നല്ല ഡിമാൻഡുണ്ട്. 38ഓളം രാജ്യങ്ങളിലേക്ക് ഇപ്പോൾ തന്നെ അതിന് എക്സ്പോർട്ട് ഉള്ളതാണ്. കയറ്റുമതിക്കും ഇറക്കുമതിക്കും എല്ലാം വളരെ സൗകര്യമുള്ള രീതിയിലുള്ള വലിയ കണ്ടെയ്നേഴ്സ്, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കണ്ടെയ്നേഴ്സാണ് ഇവർ നിർമ്മിക്കുന്നത് എന്നുള്ളത് തന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ മാത്രവുമല്ല, വളരെ എൻവയോൺമെൻറ്റിന് വളരെയധികം ഉപകാരം ചെയ്യുന്ന രീതിയിൽ ഉള്ള ഒരു പ്രോഡക്റ്റാണ് ഇവരുടേത്. അത് പൊല്യൂഷൻ ഉണ്ടാക്കുന്നതല്ല. വളരെയധികം ഹൈജീനിക് ആയിട്ടുള്ള ക്വാളിറ്റി വളരെ ശ്രദ്ധിക്കുന്ന രീതിയിലാണ് ഇവരുടെ നിർമ്മാണം എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ പറയുകയാണെങ്കിൽ 81.57 കോടി രൂപയായിരിക്കും ഇഷ്യൂ കഴിയുമ്പോൾ. അത് മാർക്കറ്റ് ക്യാപ്പ് ആണെങ്കിൽ 677.04 കോടി രൂപയായിരിക്കും. ഇനി ഇതിൻ്റെ ബോണസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 2023 ഓഗസ്റ്റിൽ കമ്പനി 50:1 എന്നുള്ള ലെവലിൽ ഒരു ബോണസ് കൊടുത്തതായിട്ട് കാണുന്നുണ്ട്. ഡിവിഡൻഡ് പോളിസി കമ്പനിയൊക്കെ ഉണ്ട്. ഇതുവരെ നൽകിയിട്ടില്ലെങ്കിലും അവർ നല്ല ലാഭം വരികയാണെങ്കിൽ ഫ്യൂച്ചറിൽ ഡിവിഡൻഡ് കൊടുക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. ഇതിന് ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇത് അപ്ലൈ ചെയ്യുന്നതിന് വളരെ മികച്ചതാണ്. ഷോർട്ട് ടൈം ഇൻവെസ്റ്റേഴ്സിനും ഫണ്ട് അത്യാവശ്യമുള്ള ആളുകൾ ഇത് തീർച്ചയായിട്ടും ഇൻവെസ്റ്റ് ചെയ്യാവുന്ന, ഷോർട്ട് ടൈം ഇൻവെസ്റ്റേഴ്സിനും ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരു കമ്പനിയാണെന്നാണ് വ്യക്തിപരമായിട്ട് എൻ്റെ ഒരു വിശ്വാസം. ശ്രീ തിരുപ്പതി ബാലാജി അഗ്രോ ട്രേഡിംഗ് കമ്പനി ലിമിറ്റഡിൻ്റെ ഇഷ്യൂ ഡീറ്റെയിൽസ് ആണ് നിങ്ങൾ കേട്ടത്. തീർച്ചയായിട്ടും താഴെ കാണുന്ന ആ തംസ് അപ്പ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ കമൻറ്റുകൾ ഇടാനും വീഡിയോയെ സപ്പോർട്ട് ചെയ്യാനും മടിക്കണ്ട. നമുക്ക് മറ്റൊരു IPO വീഡിയോയുമായിട്ട് ഉടൻ തന്നെ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.